2023 ജൂൺ 30 വണ്ടിപ്പെരിയാറിൽ ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് ഭീഷണി. കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസ് കണ്ടെത്തിയ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ പെൺകുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത് ആരാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. വിഷയത്തിൽ ഇപ്പോഴും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നീതി നിഷേധം തങ്ങളെ തളർത്തുന്നുണ്ടെങ്കിലും മകളുടെ മരണത്തിൽ നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഡെയിലി മലയാളി ന്യൂസിനോട് പറഞ്ഞു. ആദ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ ആയി പിന്നെ കൊണ്ടുപോയ പിന്നെ തന്നെ അവിടെ ഞങ്ങളോട് ഷാളി കുടുങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിൻ്റെ അകത്ത് പീഡനം നടന്ന കാര്യങ്ങളും അതിനകത്ത് കൊലപാതകമാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഡോക്ടറും പറഞ്ഞിട്ടില്ല, പോലീസുകാർ ഞങ്ങളോട് പറയാതെയാണ് അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നടന്നതുകൊണ്ട് തന്നെ പോലീസുകാർ ഞങ്ങളോട് പ്രതിയെ പിടിക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ കാര്യം പറയാതെ തന്നെ അന്വേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളോട് ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ പറയുന്നു ഇങ്ങനെ ഒരു കുഞ്ഞി തന്നെ ചെയ്തതായിട്ടാണ്, അതായത് കതക് ഫുള്ളും അടച്ചിരിക്കുക. അപ്പോൾ എൻ്റെ ചെറുക്കനാണ് കുഞ്ഞിനെ തപ്പിയിട്ട് പോയി കതക് തുറന്ന് നോക്കിയത്. അപ്പോൾ അടച്ചത് കൊണ്ട് അവൾ തന്നെ ആയിരിക്കും അടച്ചത് എന്നുള്ള രീതിക്ക് ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അവൾ തന്നെ ആയിരിക്കും ചെയ്തത്, അബദ്ധം പറ്റിയതായിരിക്കും, ഊഞ്ഞാൽ കളിക്കാൻ വല്ല കിട്ടിത്ത് നോക്കിയതായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കരുതിയത്. അതുകൊണ്ട് അത് നമുക്ക് സംശയമില്ലായിരുന്നു ആ തുടക്കത്തിൽ. അപ്പം ഈ കുഞ്ഞിനെ കണ്ടത് ഈ ലൈൻസിലൊരു 18 മുറികളുണ്ട്. 18 മുറിയിലെ ആൾക്കാർ ഒരു 60ഓളം ആൾക്കാരോട് ഈ അന്വേഷണം എല്ലാവരോടും മൊഴികളും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മൊഴിയിലും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അവസാനം കണ്ടത് ചോദ്യത്തിൽ അന്ന് കണ്ടു ഇന്ന് കണ്ടു ആ രീതിയിലൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട്. ഈ പ്രതിയായിട്ട് പറയുന്ന അർജുന് മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിലൊരു ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവനും കുഞ്ഞുമായിട്ട് ഉച്ചയ്ക്ക് ഇവരുടെ പെരിയമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് കുഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അർജുനും കുഞ്ഞും മടിയിലിരുത്ത മൊബൈൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പണിക്ക് പോയത് എന്നും പറഞ്ഞ് ഇവരുടെ ബന്ധു തന്നെയാണ് മൊഴി പറഞ്ഞത്. ഇവർ കള്ളം പറഞ്ഞാണ്, ഇവരുടെ പെരിയമ്മ കള്ളം പറഞ്ഞാണ് എന്നിട്ട് അപ്പം നീ ആ ചെയ്തതെന്ന് ഞങ്ങൾക്ക് എല്ലാം തെളിവും കിട്ടിയിട്ടുണ്ട്, നീ സത്യം പറഞ്ഞാൽ എന്നെ പുറത്ത് വിടും, നിന്നെ രക്ഷപ്പെടുത്തും, നീ ഇല്ലെങ്കിൽ നിന്നെ പുറലാവും പോലും കാണത്തില്ല, നിനക്ക് ഒരു സാക്ഷിയുണ്ട്, നീ ആ ജനൽ തുറന്നിട്ട് പുറത്തിറങ്ങി വരുന്നത് അവിടെ ഒരാൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത്ര നേരം ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് അവിടെ കൊണ്ട് ഓഫായി. അങ്ങനെ നിന്നപ്പോഴത്തേനെ പോലീസുകാർക്ക് മനസ്സിലായി ഇവൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇവരെ കണ്ട ആളെ വിളിച്ചേ എന്നും പറഞ്ഞ് വേറെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ സാറേ അബദ്ധം പറ്റിയതാണ് ഞാനാ ചെയ്തതെന്ന് പറഞ്ഞ് ആ മൊത്തം കാര്യങ്ങൾ അവൻ തന്നെയാണ് ഈ തുടക്കം മുതൽ ഇതിന് മുമ്പ് ഇങ്ങനെ കുഞ്ഞിനോട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ തന്നെയാണ് പറഞ്ഞത്. പറയുമ്പോഴാണ് പോലീസുകാർ തന്നെ അറിയുന്നത് ഇത് കൊലപാതകമാണെന്നുള്ള കാര്യം പറയും. അപ്പം ഇതിനകത്ത് ഇനി വേറൊരു പ്രതി എങ്ങനെ കണ്ടുപിടിക്കാനിനി? പിന്നെ ഈ വിധി വരുന്ന നമുക്കൊരു പകുതി ഭാഗം വരെ ജഡ്ജിമെൻറ്റ് മാറിയപ്പോൾ മുതലാണ് ഇമാർക്ക് ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയത്. അവൻ പുറത്ത് വരുന്നുള്ളത് ഉറപ്പായി, അവർക്ക് അനുകൂലമായിട്ടുള്ള തീർപ്പ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് എൻ്റെ ചെറുക്കനെ പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആരൊക്കെയാണ് ഇതിന് എതിരായിട്ട് നിന്നതോ അവരെല്ലാം വെട്ടും കുത്തും കൊല്ലും എന്നും പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചുകൊണ്ട് വരും എന്നും പറഞ്ഞ് അതിൽ ഞങ്ങൾ ആ ഭാഗത്ത് അവരിപ്പം താമസിക്കുന്ന പാലത്തിൻ്റെ അപ്പുറത്താണ് കടയുണ്ട്, ജോലി ചെയ്യുന്നത് അപ്പർ ഡിവിഷനിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു വിശ്വാസത്തിനോ എതിരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് വെള്ളം അടിച്ചിട്ട് ഭയങ്കര തെരുവിളി വെള്ളം അടിക്കാനൊക്കെ വരുന്നു. ഉണ്ട് വീട്ടിൽ വന്നിട്ടില്ല, ഈ ടൗണിൽ വെച്ചൊക്കെ നമ്മുടെ കുടുംബക്കാരെ കാണുമ്പോൾ അവർക്ക് ഇപ്പോൾ തെറി വിളിക്കുക, ആരൊക്കെ വെട്ടുമിടിക്കുന്നത് കാണിച്ചു തരാം, കുറച്ച് നേരം കൂടെ പോട്ടെ, ആ രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. പോലീസ് കണ്ടെത്തിയ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ കേസിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏതാനും ചിലരുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ നടക്കുന്നതായും തന്റെ ഭർത്താവിനെ അപായപ്പെടുത്തി കേസ് തന്നെ ഇല്ലെന്നാക്കാനും ശ്രമം നടക്കുന്നതായും തന്റെ മകൾക്ക് വന്ന വിധി മറ്റൊരാൾക്കും സംഭവിക്കരുതെന്നും പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.